മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വചനം നാം വായിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അന്ത്യനാളിൽ ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറയുക. കുറെ കാലമായിട്ട് ആളുകൾ നമ്മെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ത്യവിധി ഉണ്ട്, സൂക്ഷിച്ചോണം. നമ്മളൊക്കെ ആശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പല മനുഷ്യരുണ്ട്. അവർക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയും അന്ത്യനാളിൽ ദൈവം ചോദിച്ചോളും. എന്നാൽ എല്ലാ ആളുകൾക്കും ഒരു ജിജ്ഞാസയുണ്ട്, എന്താണ് ഈ ന്യായവിധി? ഇതുവല്ല ഉണ്ടാകാൻ പോകുന്നതാണ്. അന്ത്യവിധി എന്തായിരിക്കും? യേശുക്രിസ്തു അതിനെക്കുറിച്ച് വ്യക്തമായി നൽകുന്ന വേദഭാഗം പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി വായിക്കാറില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഈ വേദഭാഗം വായിക്കണം. എന്താണ് അന്ത്യവിധി? മദർ തെരേസയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അന്ത്യവിധി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വേദഭാഗം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. പ്രിയമുള്ളവരെ, അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് നടക്കാൻ പോകുന്നത്? അന്ത്യനാളിൽ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളും. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ തേച്ചു മടക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന കാലത്ത്, ഈ അടുത്ത കാലത്ത് എനിക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ കിട്ടി. പകൽ സമയം ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. എപ്പോഴെങ്കിലും നിങ്ങൾ സന്ധ്യയ്ക്ക് വരികയാണെങ്കിൽ അതിവിടെ ഇട്ട് കാണിക്കാം. അന്ത്യന്യായവിധിയെ സംബന്ധിച്ച് ആദ്യമായിട്ടൊരു വീഡിയോ, ഒരു ഫിലിം എടുത്തിരിക്കുന്നതാണ്. എനിക്കൊരു അച്ഛൻ തന്നതാണ്. അപ്പൊ അത് ഇപ്പൊ തൽക്കാലത്തേനെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അവർ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ എടുത്തതാണ്. അവിടെ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഈ ആളുകളെ കാണിക്കാറുണ്ട്. അപ്പൊ നിങ്ങളെപ്പോഴും വൈകുന്നേരത്തെ വല്ല പ്രോഗ്രാമിന് വരികയാണെങ്കിൽ കാണിക്കാം. അപ്പൊ അന്ത്യന്യായവിധി സമയത്ത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു വരും. മാലാഖമാർ കാഹളനാദം മുഴക്കി കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, യേശുക്രിസ്തു അവിടുന്ന് വരും മിന്നൽ പണര് പോലെ. സകല ദൂതന്മാരോടും കൂടെയാണ് വരുന്നത്. വിശുദ്ധന്മാരും ദൂതന്മാരുമായിട്ട് അവനിങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പാർട്ടികളെല്ലാം രൂപാന്തരപ്പെടും. ഏകദേശം ഒരു ഷെയ്പ്പായിട്ട് മാറുമായിരിക്കും. എന്നാ ഷെയ്പ്പാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും രൂപാന്തരീകരണം ഉണ്ടാകും എല്ലാവർക്കും. നമ്മുടെ മരിച്ചുപോയവരെല്ലാം ഖബറിൽ നിന്ന് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ചിലരെ കൊന്ന്, ചില ഭാര്യമാരെ കൊന്ന് ഭർത്താക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഖബർ തള്ളിയിട്ടുണ്ടായിരിക്കും. ചാണകക്കുഴിക്കകത്ത് തള്ളിയിട്ടവർ കാണും. ഇങ്ങനത്തെ പല ടൈപ്പ് പാർട്ടികൾ. എല്ലാവരും ഖബർ പൊട്ടിച്ച് പുറത്തു വരും. ചിലരിപ്പോ പാടിക്കൊണ്ടിരിക്കുകയാണ്, സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചു. ഒരമ്മച്ചിയോട് ഈ അടുത്ത കാലത്ത് ചോദിച്ചു, ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരത്തി എല്ലാം പാട്ട് രൂപത്തിലേ പറയത്തുള്ളൂ. ഉടനെ പാടി, സർവ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഇവരെല്ലാം പുറത്തു വരും. അതിനുശേഷം നടക്കുന്ന കാര്യമാണ് ഇവിടെ ഇപ്പൊ പറയുന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ, അവൻ മഹിമയുടെ സിംഹാസനത്തിന് മുമ്പാകെ ആ സിംഹാസനത്തിന്റെ മേലിരിക്കും. പിന്നെ അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. പ്രിയമുള്ളവരെ, അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ആരൊരുമിച്ച് കൂട്ടപ്പെടും? ആരൊക്കെയാ? എല്ലാ ജനതകളും. അപ്പൊ നമ്മുടെ പലരുടെയും ധാരണ, കർത്താവിന്റെ അന്ത്യനാളിൽ യാക്കോബായക്കാർ മാത്രമേ കാണത്തുള്ളൂ, ഓർത്തഡോക്സുകാർ മാത്രമേ കാണത്തുള്ളൂ, കത്തോലിക്ക സഭയിലുള്ളവരെ കാണത്തുള്ളൂ. പെന്തിക്കോസുകാരുടെ ചിന്ത എന്താണ്? ഞങ്ങൾ മാത്രമേ കാണപ്പെടത്തുള്ളൂ. ചിന്ത പുലർത്തുന്ന വ്യക്തികൾ വേദപുസ്തകം വായിക്കാത്തവരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? സകല ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. കേട്ടോ?
അപ്പൊ നമ്മുടെ എല്ലാം ഖബറിൽ നിന്ന്, കല്ലറകളിൽ നിന്ന് മരിച്ചുപോയ മനുഷ്യരെല്ലാം എന്ത് ചെയ്യും? പൊങ്ങി പൊങ്ങി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവര് മുഴുവൻ ഇതാ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ അടുത്തത് നമ്മൾ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമ്മൾ ചിന്തിച്ചോണം. ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം, എന്നാലേ നിങ്ങൾക്ക് അന്ത്യവിധി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ആരെ വേർതിരിക്കും? സകല ജനതകളെയും രണ്ടായിട്ട് തരംതിരിക്കും. എത്രയായിട്ട് തിരിക്കുന്നത്? രണ്ടായിട്ട് തിരിക്കും. അപ്പൊ ഭൂമിയിൽ രണ്ട് ഗ്രൂപ്പുകാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം മനുഷ്യനുണ്ടാക്കിയ ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പ്രിയമുള്ളവരെ, എല്ലാ ജനതകളും, അതിനകത്ത് എല്ലാ മതക്കാരും, യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും സുവിശേഷം കേട്ടിട്ടുള്ളവരും കേൾക്കാത്തവരും എല്ലാ സഭയിൽപ്പെട്ട ആളുകളെയും യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് വരും. കാരണം എന്താണെന്നറിയോ? ഈ ആത്മാവ് ദൈവത്തിൽ നിന്ന് പോന്നതാണ്. അവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് സമൂഹത്തിൽപ്പെട്ടവനായാലും ദൈവം കൊടുക്കാത്ത ആത്മാവില്ലാത്തതുകൊണ്ട് ദൈവം പറഞ്ഞാൽ അവൻ അനങ്ങും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തെ അറിയാതെ, ദൈവത്തെ മനസ്സിലാക്കാതെ ഇന്ന് മനുഷ്യൻ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കളികളൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ വേദന തോന്നും. കാരണം എന്താണ്? ദൈവം ഒന്ന് ചലിച്ചാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അവന്റെ പണി അവിടെ നിൽക്കും. ഒറ്റ വാക്കൽ കാര്യങ്ങൾ റെഡിയാവും. ഉദാഹരണത്തിന്, ഒരാളെ കൊല്ലാൻ പോവാന്ന് വിചാരിച്ചു. തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിക്കട അവിടെ എന്ന് പറഞ്ഞാൽ മതി, അവൻ അവിടെ നിൽക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, നിസ്സാരനാണ്. അപ്പോൾ അന്ത്യനാളിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ രണ്ടായിട്ട് വേർതിരിക്കും. ആരൊക്കെയായിട്ടാണ് തിരിക്കുന്നത്? ഒന്ന് ചെമ്മരിയാട്, മറ്റൊന്ന് കോലാട്. അപ്പൊ ഭൂമിയിൽ രണ്ട് ടൈപ്പ് മനുഷ്യരേ ഉള്ളൂ. അതിൽ ഒന്നാരാണ്? ചെമ്മരിയാട്. മറ്റൊന്നെന്താണ്? കോലാട്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം കൂടി ഉണ്ട്. അവരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ രണ്ട് വിഭാഗത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ആ പ്രസംഗം കേട്ടിട്ടുണ്ടാവും. ചെമ്മരിയാടുകളുടെ പ്രത്യേകത, അതിന്റെ ഇടയന്റെ സ്വരം അതിന് നന്നായി മനസ്സിലാക്കും. മറ്റൊരു ഇടയനെയും അത് അനുഗമിക്കുകയില്ല. ആ ടൈപ്പ് ആടിന് പറയുന്ന പേരാണേത്? ചെമ്മരിയാട്. ആ ടൈപ്പ് ആടിന്റെ പേരാണ് ചെമ്മരിയാട്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ യഥാർത്ഥ ചെമ്മരിയാടാണെങ്കിൽ ആരും പഠിപ്പിക്കാതെ തന്നെ യേശുവിനെ അറിയുകയും അവന്റെ വചനം പാലിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഹെബ്രായ ലേഖനം 8:10. ചെമ്മരിയാടുകളുടെ ലക്ഷണം ഹെബ്രായർ 8:10 പറയുന്നുണ്ട്. നിങ്ങളെയെല്ലാം ചെമ്മരിയാടുകളാക്കി തീർക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിക്കാം. എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. അതുകൊണ്ട് ഇനി ഒരു സംശയം വന്ന് ഇങ്ങോട്ട് ചോദിക്കണ്ട. കള്ളു കുടിക്കുന്നത് ശരിയാണോ? ബീഡി വലിക്കുന്നത് ശരിയാണോ? ഭാര്യയെ തല്ലുന്നത് ശരിയാണോ? ഭാര്യ വഴക്ക് പിടിച്ചാൽ തല്ലാവോ? ഇങ്ങനത്തെ സംശയത്തിന്റെ ഒന്നും ആരില്ല. മനസ്സിൽ വചനം സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ദൈവത്തിന്റെ കുഞ്ഞാടാണോ, അവന്റെ ഉള്ളിലിരുന്ന് ദൈവം അവനോട് സംസാരിക്കും. അതാണ് ഒന്നാമത്തെ ലക്ഷണം. പിന്നെ രണ്ടാമത്തെ, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവന്റെ ഹൃദയം കാണുന്നവൻ ദൈവത്തെ കാണും. അവനവന്റെ ഹൃദയത്തിൽ ദൈവത്തെ കാണും. പിന്നെ ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. ഞാൻ അവരുടെ ദൈവമായിരിക്കും. അതുകൊണ്ട് അവനെ തൊട്ടാൽ കളി മാറും. അവന്റെ ദൈവം ഞാനാണ്. പിന്നെ അവർ എന്റെ ജനമായിരിക്കും, എന്നെ അനുസരിച്ച് മതി. എന്റെ നിയമമായിരിക്കും അവരുടെ നിയമം. അവരെ ഭരിക്കുകയില്ല, വേറെ ആരും അവരെ നയിക്കുകയില്ല. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തുവിനോട് ഇതാ പരീശന്മാര്
അവനെ സംശയിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ? അല്ലേ, ചോദിച്ചില്ലേ? സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ? യേശുക്രിസ്തു ശരിയാണെന്നാണോ പറഞ്ഞത്, തെറ്റാണെന്നാണോ? എന്നാ പറഞ്ഞു? ശരിയാന്നാ പറഞ്ഞു? ആണോ അതോ തെറ്റാന്നാണോ പറഞ്ഞത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ തന്നെ സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണെന്ന അഭിപ്രായമുള്ളവരെ യോഗ്യ. കുറച്ചു പേർക്ക് ടാക്സ് കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ സീസറിന് നികുതി കൊടുക്കുന്നത് തെറ്റാണെന്ന അഭിപ്രായമുള്ളവരെ യോഗ്യക്ക്. ബാക്കിയുള്ളവരാണ് യാക്കോബക്കാര്. ഒരഭിപ്രായമില്ല. ടാക്സ് കൊടുക്കണേ കൊടുക്കാം, കൊടുക്കണ്ടേ കൊടുക്കണ്ട, തട്ടിപ്പ് നടത്തണേ നടത്താം, നടത്തണ്ടേ നടത്താം. യേശു ക്രിസ്തു മറുപടി പറഞ്ഞില്ല. യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞു, ഒരു നാണയം കൊണ്ടുവരിക. ഈ രാജ്യത്തെ നാണയം കൊണ്ടുവന്നു. നാണയം മേടിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ഈ നാണയത്തിൽ ആരുടെ മുഖമാണ് പതിപ്പിച്ചിരിക്കുന്നത്? ഉടനെ അവർ പറഞ്ഞു, സീസറിന്റെ മുഖമാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഉടനെ കർത്താവ് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിനാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സീസറിന്റെ മുഖം എവിടെയൊക്കെ പതിച്ചിട്ടുണ്ടോ അതിന്റെ മേലൊക്കെ സീസറിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ രൂപവും ഭാവവും എവിടെ പതിച്ചിട്ടുണ്ടോ അതിന്റെ മേലെല്ലാം ദൈവത്തിന് മാത്രമായിരിക്കും അധികാരം, വേറെ ആർക്കും അധികാരമില്ല. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്റെ മേൽ സീസറിന് യാതൊരു അധികാരവുമില്ല. ദൈവം കൊടുത്ത അധികാരമല്ലാതെ സീസറിന് മനുഷ്യന്റെ മേൽ ഒരധികാരവുമില്ല. വ്യക്തമായിട്ട് കണ്ടോ? പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വന്നവർക്ക് ഇത് പറഞ്ഞത് മനസ്സിലായത്. നമുക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ല. നമുക്ക് ഈ കാലം മുഴുവനായിട്ട് വായിച്ചിട്ടും കാര്യം പിടികിട്ടിയില്ല. അവർക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് അവർ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പുള്ളിയെ ഞങ്ങൾ തട്ടും. ഒരു കാരണം, യേശുവിനെ തട്ടാൻ സീസറിന് നികുതി കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്ന കാരണം കൊണ്ടാണ് യേശുവിനെ തട്ടാൻ ഒരു കാര്യം. അപ്പൊ പ്രിയമുള്ളവരെ, യേശുവിന്റെ മുഖം എവിടെ പതിഞ്ഞിട്ടുണ്ടോ, ദൈവത്തിന്റെ മുഖം എവിടെയുണ്ടോ, ആ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ അധികാരമുണ്ട്. ദൈവത്തിനാണ് അവന്റെ മേൽ നിയന്ത്രണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ രൂപവും ഭാവവും നമ്മളുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽ പൂർണ്ണ അധികാരം ആർക്കാണ്? ദൈവത്തിനാണ്. ഈ ബോധ്യം അങ്ങനെയുള്ള മനുഷ്യർക്കുണ്ടാകും. കുഞ്ഞാടിന്റെ രക്ഷണ. ഇനി അടുത്തത്, ആരും തന്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. പ്രിയമുള്ളവര്, ദൈവത്തിന്റെ കുഞ്ഞാടായി മാറിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ചെമ്മരിയാടായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനം നടത്തേണ്ട ആവശ്യമില്ല. പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് കിട്ടിക്കോളും? വചനം തന്നെ മനസ്സിലാകും. ഞാനിപ്പം വേദപുസ്തകത്തിന്റെ ഒരു വാക്യം പറയും, നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തെ കാര്യം മനസ്സിലാകും. അഭിഷേകമുള്ള ദൈവമക്കൾക്ക് ആരും പഠിപ്പിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ നിന്ന്, വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരിക്കും. അതാണ് പ്രിയമുള്ളവരെ അഭിഷേകമുള്ളവരുടെ ലക്ഷണം. കണ്ടോ? അതാണ് ചെമ്മരിയാട്. ഇനി വായിച്ചേ. എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. അതുകൊണ്ട് എന്റെ സ്വരം കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാകും ഇത് ദൈവത്തിന്റെ സ്വരമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോഴേ മനസ്സിലാകും ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ശുശ്രൂഷ കാണുമ്പോഴേ മനസ്സിലാകും ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗമാലിയേൽ പറഞ്ഞതുപോലെ പറയും. പൗലോസ് അപ്പോസ്തലന്മാരുടെ കാലത്ത് പ്രിയമുള്ളവരെ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പിടിച്ച് ഇതാ ആളുകള് കൊണ്ടുവന്നു. പ്രധാനാചാര്യന്മാരും പുരോഹിതന്മാരും ഒക്കെ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പിടിച്ചു വലിച്ച് സിനഗോഗിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, മേലാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. അങ്ങേര് ഈ നാട്ടിൽ ജീവിച്ചു 10-33 വയസ്സ് വരെ ജീവിച്ച ഒരാളാണ്. പുള്ളിക്കാരൻ കാണിച്ച കയ്യിൽ കൊല്ലേണ്ടി വന്നു. അതുകൊണ്ട് അങ്ങേരെ കുറിച്ച് നിങ്ങൾ ഇനി മിണ്ടിപ്പോകരുത്.
ചുമ്മാ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. മേലിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞേക്കരുത്. ഉടനെ പ്രിയമുള്ളവരെ, ഗമാലിയേൽ പറഞ്ഞു, ഈ ഉദ്യമങ്ങൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ നമ്മൾ എന്നെ വിചാരിച്ചാലും എന്നാ തലകുത്തി മറിഞ്ഞാലും ഈ ശുശ്രൂഷ നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. എന്നു മാത്രമല്ല, ഒരു കാലത്ത് പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്തവരായി നമ്മളൊക്കെ ഗണിക്കപ്പെടും. ഇനി ഈ ഉദ്യമം ദൈവത്തിൽ നിന്നല്ലെന്ന് വിചാരിച്ചു നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇതെല്ലാം പൊളിഞ്ഞു കുത്തി തന്നെ തല്ലിപ്പിരിഞ്ഞു പൊക്കോളും. ഇതാണ് ഗമാലിയേൽ പറഞ്ഞത്. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നുള്ള ഉദ്യമമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേക വാസന ദൈവത്തിന്റെ ആത്മാവുള്ളവരിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവിടെ പറയുന്നത് എന്താ പറഞ്ഞത്? വായിച്ചേ. അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. കണ്ടോ, ദൈവത്തിന്റെ പ്രവൃത്തി തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവും. സത്യത്തിൽ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ തൈലാഭിഷേക ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയത്ത് യേശുക്രിസ്തു ഈ അച്ഛന്മാര് പോയി രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രിയമുള്ളവരെ, ഈ പുരോഹിതന്റെ കൂട്ടത്തിൽ യേശുക്രിസ്തുവും കൂടിയാ പോകുന്നത്. യേശുക്രിസ്തുവിന് കൈയില്ല, കയ്യും കാലും എല്ലാം വെട്ടിമുറിച്ച് നമുക്ക് തന്നല്ലോ. ഇതാ എന്റെ ശരീരം, എന്റെ രക്തം, നീ തിന്ന്, നീ കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും ഇല്ല കർത്താവിന്, അതൊക്കെ പിന്നെ നമ്മുടെ കൈ കൊണ്ടായി ചെയ്യുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഒരു വൈദികന്റെ കൈ കടമെടുത്ത് യേശുക്രിസ്തു ഒരു കൂദാശ നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഒരു പുരോഹിതന്റെ പിന്നിൽ ആരുണ്ട്? യേശുവുണ്ട്. ഉണ്ടെന്ന വിവരം ആരുപോലും അറിയുന്നില്ല, പുരോഹിതന് പോലും മനസ്സിലാകും. പ്രിയമുള്ളവർ, ഇവിടെ പല അത്ഭുതങ്ങളും നടത്തിയിട്ട് പോകുമ്പോൾ ഞാൻ പോലും അറിയുന്നില്ല. നിങ്ങളിൽ പലരും ഇവിടെ വന്നു പോകുന്ന വിവരം ഞാൻ അറിയുന്നുണ്ട്. ഗ്ലാസിനകത്തൂടെ വരെ കാണാം പല കാര്യങ്ങളും. ഇപ്പൊ ഞാനിങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കഴിയുമ്പോഴത്തേനും ശുശ്രൂഷക്കാർ പിള്ളേർ പറഞ്ഞു, ഞാൻ പടിഞ്ഞാട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ്, അപ്പുറത്ത് ഞാൻ കാര്യം കാണും. പടിഞ്ഞാട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തിരിഞ്ഞു നിന്നയച്ച് തിരിച്ചു വരുമ്പോൾ പുറയിൽ നിന്നിരുന്ന് ചെറുക്കനെ പിടിച്ചൊരു കിഴുക്ക് കൊടുക്കും. അതെ ചോദിക്കും, എന്തിനാ കിഴുക്കിയത്? ഇവൻ എന്തെങ്കിലും മണ്ടത്തിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് കാണുന്നത് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് രഹസ്യം വെളിപ്പെടുത്തുക. എന്താണ്? ആ ഗ്ലാസ്സെ കൂടെ നോക്കിയാൽ ഈ മധുവായി നിൽക്കുന്ന ആള് കാണിക്കുന്ന പരിപാടി എനിക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങോട്ട് നോക്കിയാൽ മതി, ഈ ഗ്ലാസ്സിനകത്തൂടെ എന്ത് ചെയ്യാം, ലൈറ്റെല്ലാം ഇട്ട് കഴിയുമ്പോൾ ആ ഗ്ലാസ്സിലോട്ട് നോക്കിയാൽ മതി, ഇതിനകത്ത് നടക്കുന്ന സംഭവം കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ മൈക്ക് താഴെ പോയാൽ കാണാൻ പറ്റും, ഗ്ലാസ് പാത്രം പൊട്ടിയാൽ കാണാൻ പറ്റും, ഇങ്ങനത്തെ പരിപാടി എല്ലാം കാണാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ ഈ ഇതിനകത്ത് പലതും കാണുന്നുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ മധ്യത്തിൽ യേശുക്രിസ്തു വന്നിട്ട് പോകുന്നത് നമ്മളാരും കാണുന്നില്ല. നമ്മളാരും കാണുന്നില്ല. എന്നാൽ ചില മനുഷ്യർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ധ്യാനത്തിന് വരുന്ന ഒരു മനുഷ്യൻ ആ പുള്ളിയുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ തൂത്തൂട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഒരുമാതിരി കാള കയറും പൊട്ടിച്ചു വരുന്ന പോലെയാണ്. പുള്ളി ഇങ്ങോട്ട് കൂട്ടി വന്ന് പുള്ളി ഒരു ആവേശത്തിലാണ് വരുന്നത് തന്നെ. വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ വന്നൊരു തലയ്ക്ക് ഉപയോഗിച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ പിന്നെ ഇവിടെ വന്നൊരു പ്രാർത്ഥന, മൊത്തം പുള്ളി ഒരു ആവേശത്തിലാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ആ പുള്ളിക്കൊരു രോഗം കർത്താവ് എടുത്ത് മാറ്റി, അതാണ് പുള്ളിക്ക് കിട്ടിയ അനുഭവം. അപ്പൊ ആ പുള്ളി പറയുകയാണ്, ഇതിനകത്തേക്ക് വന്ന് കയറുമ്പോൾ തന്നെ എന്റെ കാലേ കൂടെ പിരിപിരാവെന്ന് കയറുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരാവേശമാണ് ഞങ്ങൾക്ക് ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോൾ. കാരണം നിങ്ങളെ ഒന്നുമല്ല ഞാൻ കാണുന്നത്. ഇവിടെ എല്ലാ ശുശ്രൂഷ നടത്തുമ്പോൾ യേശു നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? ആ മനുഷ്യന് യേശുവിനെ കാണാൻ പറ്റുന്നു. നമ്മുടെ സഭയല്ല. നമ്മുടെ സഭയപ്പെട്ട ഒരാളുണ്ട്, ഒരു CSI-കാരനാണ് പ്രിയമുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ആളുകളെ ഒന്നും കാണാറില്ല. മറിച്ച് ആരെയാ കാണുന്നത്? അവിടെ നിൽക്കുന്ന യേശുവിനെയാണ് അവർക്ക് കാണാൻ പറ്റും. കണ്ടോ? നമ്മുടെയൊക്കെ ശുശ്രൂഷ നടക്കുമ്പോൾ ഇവിടെ യേശു നിൽപ്പുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, തമ്പുരാൻ തരേണ്ടതാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് തരും. അപ്പോൾ സഹപൗരനെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ പ്രിയമുള്ളവർ, ചെമ്മരിയാട് എന്ന് പറഞ്ഞാൽ ഇതാണ് പാർട്ടി. വചനം ഹൃദയത്തിൽ എഴുതി സ്ഥാപിച്ചിരിക്കുന്നു.
ആരും ഒന്നും പഠിപ്പിക്കാതെ തന്നെ എല്ലാം മനസ്സിലാകും. പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞേ? ആ ഇടയനെതിരെ പോയാലും നമ്മൾ വിളിക്കുക പോലും വേണ്ട, തന്നെ അങ്ങ് പോകും ഇടയന്റെ പുറകെ. ഈ ടൈപ്പ് ആടാണ്. അതിലേറ്റവും ചെറിയവനെ പോലും ഒന്നും പഠിപ്പിക്കേണ്ടെന്നവർ, കുഞ്ഞുങ്ങളെ പോലും പഠിപ്പിക്കേണ്ട, അവർക്ക് പോലും അറിയാനിരിക്കും യേശു ആരാണ്. അതാണ് ചെമ്മരിയാട്. ഇനി കോലാടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രിയമുള്ളവരെ, കോലാടിന് നിങ്ങൾക്ക് പരിചയമുണ്ട്. നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ആട്, ഈ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ആടുണ്ടല്ലോ, മെലിഞ്ഞ ആട്, ആ ടൈപ്പ് ആടാണ്. രോമം കുറവ്, മെലിഞ്ഞ ആട്, ചെറിയ എന്നാ പറയും കൊമ്പ്, ആ ടൈപ്പ് ആടുണ്ടല്ലോ. പിന്നെ 2 കൈ കൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞാൽ ഇത്രയും കുപ്പി പാല് കിട്ടും, അല്ല ചെറിയ ഗ്ലാസ്സിനകത്ത്, അത്രയുള്ള ആട്. ആ ടൈപ്പ് ആടിന് പറയുന്ന പേരാണ് പ്രിയമുള്ളവരെ ചെമ്മരിയാട്, അല്ല കോലാട്. ഇനി ആടിന്റെ പ്രത്യേകത എന്താണ്? അയലോക്കംകാരനൊരു കൊടി വെച്ചാൽ മതി, കറക്റ്റായിട്ട് അത് തിന്നും. അവരെന്ത് ചെയ്യും? അതിന്റെ കൈയും കാലും തല്ലി ഒടിക്കുകയും ചെയ്യും. കണ്ടിട്ടില്ല നമ്മുടെ ടൈപ്പ് ആട്. ഇനി ഇങ്ങനത്തെ ആടുകളെ നമ്മൾ പലപ്പോഴും വളർത്താറുണ്ട്. ഒരു 4 എണ്ണത്തിനെ കയ്യിലുണ്ടെങ്കിൽ സുഖമായി പരിപാടി. അന്നാമ്മച്ചെടുത്തേക്ക് 4 ആടുണ്ടായിരുന്നു, കോലാട്. അന്നാമ്മച്ചെടുത്ത് രാവിലെ ചെന്ന് ഒരാടിനെ അഴിച്ച്, ഇതിനെ ഒന്നിച്ച് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം കൊണ്ടും ഇങ്ങോട്ടും കയറ് പിണഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരിച്ച് അകത്തേക്ക് ഇട്ടു. ഒരാടിനെ അഴിച്ചു. അന്നാമ്മച്ചെടുത്തിയുടെ കയ്യിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ആട്ടും കൂട്ടിലേക്ക്, കൂട്ടിന്റെ പുറത്തേക്ക്. ഉടനെ അന്നാമ്മച്ചെടുത്ത് അതിനെ വലിച്ചു പിടിച്ചിരിക്കുക. അടുത്ത ആടിനെ അഴിച്ചു. ഉടനെ അത് ആ കൂടിന്റെ അങ്ങേ സൈഡിൽ ചെന്ന് വെച്ച് കൂടിന്റെ അപ്പുറത്തോട്ട് എടുത്തൊരു ചാട്ടം ചാടി. ഉടനെ അന്നാമ്മച്ചെടുത്ത് കാൽവറി ക്രൂശിൽ യേശു കിടക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് 3-ാമത്തെ ആടിനെ അഴിച്ചു. 3-ാമത്തെ ആടിന് 8 നോയമ്പിന്റെ സീസൺ ആയതുകൊണ്ട് പ്രദക്ഷിണം നടത്തണം തോന്നി. അന്നാമ്മച്ചേർത്തിയുടെ വട്ടത്തിൽ ഒരു പ്രദക്ഷിണം ഈ 3-ാമത്തെ ആട് നടത്തി. ഈ കാലയിലോട്ട് കയറി ചുറ്റി അന്നാമ്മച്ചേർത്തി കുറച്ചേരം കഴിഞ്ഞപ്പം ആട്ടിൻകൂട്ടിന്റെ താഴേക്ക് തൂങ്ങിക്കിടക്കുക. അവിടെ കിടന്ന് അന്നാമ്മച്ചേർത്തി ഒരൊറ്റ കാറിച്ച, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളടി മരുമകളെ. ഈ ടൈപ്പ് ആടിന് പറയുന്ന പേരാണേത്? കോലാട്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതലുള്ള ആട് ഏതാ? കോലാട്. ഒന്ന്, ദൈവത്തിന്റെ സ്വരം കേട്ടാൽ ആ സ്വരത്തോട് പ്രതികരിക്കുന്ന ആട്. അതിനെ പരിപാലിക്കാൻ തമ്പുരാന് ഭയങ്കര എളുപ്പമാണ്. വചനം പാലിച്ചങ്ങ് പോയാൽ മതി. ദൈവം അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാം അവന് കിട്ടിക്കൊണ്ടിരിക്കും. അവന് മാത്രമല്ല, അവന്റെ മക്കൾ തലമുറ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മാതാപിതാക്കന്മാര് ദൈവവചനം പാലിച്ച് ജീവിക്കുമ്പോൾ ദരിദ്രനായിരിക്കും ചിലപ്പോൾ, മക്കൾക്ക് വേണ്ടി സമ്പത്ത് ഒരുക്കി വച്ചിരിക്കും. മാതാപിതാക്കന്മാര് നോയമ്പ് ഉപവാസം പ്രാർത്ഥനയെടുത്ത് ജീവിക്കായിരിക്കും, ഒന്നും കയ്യിലില്ല, റിസൾട്ട് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, മക്കളുടെ കാലത്ത് ദൈവം അതെല്ലാം കൊടുക്കും. അങ്ങനെ ജീവിതത്തെ മുഴുവൻ അനുഗ്രഹിക്കും. ഇതാ ചെമ്മരിയാടുകളെ. കോലാടിന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. കാരണം എന്താ? എന്നും ഇടയനെ തിരിച്ചറിയാൻ കഴിയാതെ ഈ ആടുകൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചാടി മറിഞ്ഞുകൊണ്ടിരിക്കും. കോലാടിനെ എല്ലാം ഒരു സൈഡിൽ കൂട്ടും, ചെമ്മരിയാടിനെ മറ്റു സൈഡിൽ കൂട്ടും. എന്നിട്ട് അതിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. കോലാടിനോട് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. ഉടനെ കോലാടല്ലായിരുന്നുണ്ട്, എവിടെ ഈ പുള്ളിക്കാരനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഇതുപോലത്തെ കസേരയിലിരിക്കുന്ന വേറെ പാർട്ടികളൊക്കെ പലരും ഇരിപ്പുണ്ട്. അവരാരും ഈ കസേരയിൽ ഇപ്പൊ ഇല്ല. അവരെല്ലാം എന്ത് ചെയ്യാണ്? ഇതുപോലെ രൂപാന്തരപ്പെട്ട് നിൽക്കുക. പ്രിയമുള്ള, രൂപാന്തരപ്പെടുന്ന സമയത്ത് ഈ സാധനം എല്ലാം പോകും. ഈ മാലയും വളയൊക്കെ രൂപാന്തരപ്പെടുത്തുന്ന സമയത്ത് പോകും. എനിക്കും നിങ്ങൾക്കും എല്ലാം ഒറ്റ സീലേ ഉണ്ടാകത്തുള്ളൂ. ദൈവവചനം പാലിച്ചോ ഇല്ലയോ എന്ന് ഒറ്റ സീല. അത് മെത്രാനും അതുപോലെ എല്ലാവർക്കും ഒറ്റ കാര്യമുള്ളൂ, ദൈവവചനം പാലിച്ചോ ഇല്ലയോ എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. അവിടെ മാത്രം പ്രിയമുള്ളവരെ ഇടയ്ക്കൂടെ കയറിപ്പോകാൻ പറ്റുകയില്ല. ഇവിടെയാവുമ്പം പ്രിയമുള്ളവരെ നമുക്ക് പ്രത്യേകം പാർശ്വ നേർച്ചയുടെ പ്രത്യേക കറി, കലം, സ്പെഷ്യലൊക്കെ കിട്ടും. അവിടെ ഇതൊന്നുമില്ല. ഇവിടെ 2 മാനദണ്ഡേ ഉള്ളൂ. ഒന്ന്, നീ ദൈവവചനം പാലിച്ചോ ഇല്ലയോ. അങ്ങനെ 2 കൂട്ടരും അന്താളിച്ച് നിൽക്കുകയാണ്. ഉടനെ വലതുഭാഗത്തെ ഉള്ള ആളുകളോട് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. ഉടനെ അവർ ചോദിച്ചു, ഈ പുള്ളിക്കാരനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല, തീറ്റി കൊടുത്തിട്ടുമില്ല. മറ്റേ കൂട്ടരും പറഞ്ഞു,
ഇയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, തീറ്റി കൊടുക്കാതെ ഇരുന്നിട്ടുമില്ല. കണ്ടിട്ടുണ്ടെ കൊടുത്തേനെ. രണ്ടു വിഭാഗം ആളുകളും ഭയങ്കര കൺഫ്യൂഷനിലായി. അന്ത്യനാളിലെ ന്യായവിധിയുടെ പ്രത്യേക പരീക്ഷ നടക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്: ഞാൻ വിശന്നു വന്നപ്പം നീ എനിക്ക് തന്നു, ഞാൻ ദാഹിച്ചപ്പോ വെള്ളം തന്നു, ഞാൻ ജയിലിൽ കിടന്നു, നീ എന്നെ വന്ന് കണ്ടു, ഞാൻ വസ്ത്രമില്ലാതിരുന്നു, എനിക്ക് നീ വസ്ത്രം തന്നു, ഞാൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു, നീ എന്നെ വന്ന് കണ്ടു. അന്തപ്പെട്ട് നിൽക്കുകയാണ്. ഇതെപ്പോഴാണ് ഞങ്ങൾ കണ്ടത്? നിന്നെ ഞങ്ങൾ നേരെ നേരെ കണ്ടിട്ടില്ല. ഉടനെ പറഞ്ഞു, നിങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് പോകണം പറഞ്ഞു. ഒരു പരീക്ഷ എഴുതാതെ ഈ പറഞ്ഞ കാര്യം പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇരിക്കുന്നവരെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇടത്ത് ഭാഗത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറയും, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല, ദാഹിച്ചപ്പോ കുടിക്കാൻ തന്നില്ല. ഉടനെ പറയും, ഞങ്ങൾ എന്തോരം പേർക്ക് ഭക്ഷണം കൊടുത്താ, എന്തുമാത്രം പേർക്ക് വെള്ളം കൊടുത്താ, ഞങ്ങളുടെ ഡ്രസ്സേ വെച്ചല്ലേ വെള്ളം കൂടിയെല്ലാം നടന്നിരുന്ന മുഴുവൻ. കല്യാണത്തിന് ഞങ്ങള് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് പൊട്ടിച്ച് കൊടുത്ത വെള്ളം. പക്ഷെ ഇങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷ നടക്കുക. ആ പരീക്ഷയിൽ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷ ഇടാൻ പോവുകയാണ് ഞാൻ. ഇവിടെ 100 പേര് പരീക്ഷ എഴുതുകയാണ്. അതിൽ 5 പേർക്ക് ഒരാഴ്ച മുമ്പേ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. ബാക്കിയുള്ളവർക്ക് സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. ആരായിരിക്കും പരീക്ഷയിൽ ജയിക്കുന്നത്? ആരായിരിക്കും? ക്വസ്റ്റ്യൻ പേപ്പർ ഒരാഴ്ചയ്ക്ക് മുമ്പ് കിട്ടിയ ആൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? പരീക്ഷയിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു തുടങ്ങിയ ദൈവവചനം ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളവരെന്ന് കൈവക്കുകയെ ഇതിനു മുമ്പ്? പൂർണ്ണ ശതമാനം കണ്ടു. ഇപ്പൊ കേട്ടവരെന്ന് കൈവക്കുകയെ? ഇപ്പൊ കേട്ടവര് അതുമില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ കേട്ടവര് കൈവക്കുകയെ? അന്ത്യനാളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോ പറഞ്ഞത്. അന്ത്യനാളിലെ വിധി നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് കേട്ടവർ കൈവക്കാനാ പറഞ്ഞത്. ഒന്ന് കൈവക്കിക്കേ. ഇപ്പൊ നിങ്ങൾ കേട്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ജനതകളെ വേർതിരിച്ച് മാറ്റി നിർത്തി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മളുണ്ടാവുമോ? ഈ 2 കൂട്ടരുടെ പ്രത്യേകത ശ്രദ്ധിച്ചോ. 2 കൂട്ടരും ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടേ ഇല്ല. ഈ ചെറിയവന് കൊടുത്തപ്പോൾ എനിക്കാണ് തന്നതെന്ന സത്യം അറിയാത്തവരാണ് വലതുഭാഗത്ത് നിന്നവരും ഇടത്ത് ഭാഗത്ത് നിന്നവരും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നമ്മളുണ്ടാവുമോ? ഇല്ല. കാരണം അത് നമ്മൾ അവസാനമായി ഇപ്പോൾ കേട്ടത് അവിടെ വെച്ചാ തൂത്തുട്ടി ചാപ്പലിൽ വെച്ച അവസാനം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടതാ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അന്ത്യവിധി എപ്പോഴാണ് നടക്കുന്നത്? എപ്പോഴാണ് നടക്കുന്നത്? ഇപ്പോ. നമുക്കിനി അന്ത്യവിധി ഇല്ല. നമുക്കിനി ഒരു വിധിയില്ല പ്രിയമുള്ളവരെ, അന്ത്യവിധിയില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചു തരിക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി. എന്താണ്? ഈ ചെറിയവരിൽ ഒരുവന് കൊടുത്തപ്പോൾ എനിക്കാണ് കിട്ടിയത്. പിടികിട്ടിയോ? ലോകത്തിലെ 10,000-കണക്കിന് മനുഷ്യരെ ഇരുത്തിക്കൊണ്ട് കർത്താവ് അന്ത്യനാളിൽ നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കേൾക്കാൻ വേണ്ടി ഭയന്നിരുന്നപ്പോൾ ഇതാ യേശു തന്നെ ആൻസർ പറഞ്ഞു. ഇതിന്റെ ആൻസർ ഇതാണ്: ഈ ചെറിയ ഏതെങ്കിലും ഒരു മനുഷ്യന് കൊടുത്തപ്പോൾ എനിക്കാണ് കിട്ടിയത്. ഉടനെ വലതുഭാഗത്തിരുന്ന ആളുകൾ പറഞ്ഞു, ചേടാ, ഞാൻ ഒന്നും ചിന്തിച്ചോണ്ടല്ല കൊടുത്തത്. അപ്പുറത്തെ ചാക്കോച്ചൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ എന്റെ മനസ്സലിഞ്ഞു പോയി. ഞാൻ എന്റെ കയ്യിൽ ഇതാ വേറൊരു അത്യാവശ്യം ഞാൻ ചാക്കോച്ചൻ കൊടുത്തത്. ചാക്കോച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എനിക്കൊരു ഉമ്മയും തന്നു. എടാ,
നീ ഞാൻ കാശ് തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മകള് ഫീസ് കൊടുക്കാനില്ലാതെ കോളേജിൽ നിന്ന് പുറത്തു പോരുക. കർത്താവ് പറഞ്ഞു, ഇതാ നീ ചാക്കോയ്ക്ക് കൊടുത്തപ്പോൾ എന്റെ അക്കൗണ്ടിൽ വരവ് വെച്ചു, അതുകൊണ്ട് നീ സ്വർഗം പിടിച്ചടക്കപ്പെട്ടവനാണ്. അവൻ അറിയാത്ത സ്വർഗം, അവൻ അറിയാത്ത പ്രവൃത്തി വഴി അവന് കിട്ടി. പുറത്തെ മറിയാമ്മ പ്രിയമുള്ളവര് മീനൊക്കെ വറുത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ ഇതാ എന്നാ പറയുന്നത്, ദാരിദ്ര്യവാസികളായ പിള്ളേര് വയറൊട്ടിയിരിക്കുന്നു. മീന്റെ മണം കേട്ടപ്പോൾ എന്ത് ചെയ്തു? അടുക്കള വാതിക്കൽ നിന്ന് ചോദിച്ചു, അന്നാമ്മച്ചെടുത്തി ഇന്ന് എന്നെ ഇവിടുന്ന് ഒരു മണം വരുന്നേ. ഉടനെ പറയുന്നു, ദാരിദ്ര്യവാസികൾ വരുന്നുണ്ട്, എടാ മൂടി വെക്കടാ. അപ്പൊ വീട്ടിലെ കൊച്ചുപിള്ളേർ പറയാൻ തുടങ്ങി, മമ്മി ചോറെടുക്ക്, അപ്പുറത്തെ ഷാൻറ്റി കൂടെ കൊടുക്കാം മീൻ വറുത്തത്. കഴിഞ്ഞ ദിവസമാണ് മീൻ വറുത്തപ്പം പോയി നോക്കി, എൻ്റെ വയറ്റിളക്കം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് അതുങ്ങളൊന്ന് കണ്ണ് വലിക്കട്ടെ, എന്നിട്ട് കൊടുത്താൽ മതി, എന്നിട്ട് തിന്നാൽ മതി നീ. എന്നിട്ട് വേണമെങ്കിൽ അതെന്ത് ചെയ്യും, പൂച്ച എടുത്തുകൊണ്ട് വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യും, മൂടി വെക്കും. അവസാനം അയലോക്കംകാരനെ ഒഴിവാക്കി കൊച്ചിനെ മീൻ വറുത്തത് കുത്തിക്കയറ്റാനായിട്ട് ചെല്ലുമ്പോഴാണ് പട്ടി എന്ത് ചെയ്യുന്നത്, ഇപ്പുറത്തുനിന്നത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത്. ഉടനെ പറയും, ഇവന്റെ ഒക്കെ കൊതി കൊണ്ടും കണ്ണുകൊണ്ടുമാണ് നമ്മുടെ കരിമീൻ വറുത്തതും കൊണ്ട് ആര് പോയത്, ഇപ്പുറത്തെ പട്ടിക്കുഞ്ഞു പോയത് എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ടിരിക്കും. ഇതാണ് അന്നാമ്മച്ചെടുത്തി. അതുകൊണ്ട് അന്നാമ്മച്ചെടുത്തിയോട് പറയും, അപ്പുറത്തെ വിശന്ന് ഇത് അണ്ടകടാഹം പറഞ്ഞു നിന്ന കൊച്ചിന് നീ ആ നല്ല ആഹാരം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പങ്കുവെക്കാഞ്ഞിരുന്നപ്പം എനിക്കാണ് തരാതിരുന്നത്, എനിക്കാ കിട്ടാതെ പോയത്. അതുകൊണ്ട് അന്നാമ്മച്ചെടുത്തി നരകത്തിലേക്ക് പൊക്കോളാം. അപ്പൊ അന്നാമ്മച്ചെടുത്ത് നേരെ എന്ത് ചെയ്യും, നരകത്തിലേക്ക് പോകും. ഒരു കൂട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഇരിക്കുമ്പോഴായിരിക്കും പ്രിയമുള്ളവരെ അപ്പുറത്തെ വികാരിയച്ഛൻ അവിടെ വഴി നിൽക്കുന്നു. അന്നാമ്മച്ചെടുത്ത് എങ്ങോട്ടാ? അന്നേരം പറയും, കർത്താവ് പറഞ്ഞു നരകത്തിലോട്ട് പൊക്കോളാൻ. ഒന്നും കൊടുത്തില്ല, ദാഹിച്ചപ്പോ ഒന്നും കൊടുത്തില്ല എന്ന് പറയും. അന്നേരം വികാരിച്ചൻ പറയും, അങ്ങോട്ട് വല്ലോ ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ടോ എന്ന് നോക്കി ഞാൻ നിൽക്കുക നരകത്തിലേക്ക്. ഉടനെ അന്നാമ്മച്ചെടുത്ത് ചോദിക്കും, അച്ഛൻ എങ്ങനെയാ ഈ നരകം മേടിച്ചെടുത്തത്? അന്നേരം അന്നാമ്മച്ചെടുത്തിയോട് അച്ഛൻ പറയും, എൻ്റെ ഇടവകയിൽ 250 ഇടവകക്കാരുണ്ടായിരുന്നു. അതിൽ പൈസ ഉള്ളവരുണ്ടായിരുന്നു, പാവപ്പെട്ടവരുണ്ടായിരുന്നു. പാവപ്പെട്ട ഒരു കൊച്ച് ഫീസ് അടയ്ക്കാൻ കാശില്ല എന്ന് വന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ കാശുള്ളവൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ മേടിച്ച് ആ പാവപ്പെട്ടവന് കൊടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞു പോയി പഠിച്ച് ഒരു ലെവലിലാകുമായി. നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വികാരി അച്ഛനും എങ്ങോട്ട് പോകും? കുപ്പായവും തൊപ്പിയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. സ്ലീബായും അംശവടിയും കൊണ്ട് ആരും സ്വർഗത്തിൽ പോകുകയല്ല പറയുന്നത്. അതൊക്കെ ഇവിടെയേ പ്രയോജനപ്പെടുത്തുള്ളൂ. അതിവിടെ നമുക്ക് നിങ്ങളെ വരുത്താനൊക്കെ പറ്റും കാണിച്ച്, അതൊന്നും അവിടെ പരിപാടി നടക്കുക. അവിടെ ഒരു കാലമുണ്ട്, അന്ന് പ്രിയമുള്ളവരെ നന്മ ചെയ്തവൻ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. അങ്ങനൊരു കാലം നോക്കിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ രണ്ടായിട്ട് തിരി. അപ്പൊ മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്. അതാരെന്നറിയോ? ആ പാർട്ടികൾ കർത്താവിന്റെ മുമ്പിൽ ചെല്ലേണ്ടി പോലും ആവശ്യമില്ല. കാരണം എന്താ? വിധിയുടെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ തന്നെ കിട്ടി. എന്താ ക്വസ്റ്റ്യൻ പേപ്പർ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ ചെറിയവന് നീ കൊടുത്തപ്പോൾ നീ എവിടെ കൊടുത്തു? ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് നിന്റെ സ്വർഗത്തിലേക്കുള്ള അകലം എന്ന് പറയുന്നത് നിന്റെ എളിയവന്റെ അടുക്കിലേക്കുള്ള നിന്റെ അകലമാണ്. കണ്ടോ? എളിയവന്റെ അടുക്കിലേക്കുള്ള നിന്റെ അകലമാണ്. ഇതാ സ്വർഗത്തിലേക്കുള്ള നിന്റെ അകലം. ക്രൈസ്തലോടും ഹാലേലൂയായും കൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോവുകയല്ല പറയുന്നത്. നമ്മൾ അങ്ങനെ ധരിക്കരുത്. 8 നോയമ്പ് എടുത്തത് കൊണ്ട് മാത്രവും ആരും സ്വർഗത്തിൽ പോവുകയല്ല. അത്യാവശ്യം നടുവേദനയൊക്കെ മാറുമെന്നുള്ളതേ ഉള്ളൂ. 50 നോയമ്പ് എടുത്തത് കൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകത്തില്ല. അതൊക്കെ പ്രയോജനപ്പെടും. അതുപോലെ തീർത്ഥയാത്രകളും ഒരു പക്ഷേ നമ്മളെ 100% ഉറപ്പുള്ള ഒരു കാര്യം, നീ ജീവിക്കുന്ന സഭയിലെ
നീ ജീവിക്കുന്ന സമൂഹത്തിലെ എളിയവനെ നോക്കി ഇവനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവൻ. എനിക്ക് ദൈവം തന്നതൊക്കെ ഇവനും കൂടി അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം സ്വർഗരാജ്യത്തിന്റെ അഭിഷേകമുള്ള ദൈവമക്കളായി തീരുന്നത്. അതുകൊണ്ട് ആർക്കും നമ്മൾ കണക്ക് കൊടുക്കണ്ട. ഈ ഭൂമിയിൽ നമ്മുടെ കണക്ക് തമ്പുരാന് നമ്മൾ കൊടുക്കണം. നമ്മുടെ മനസാക്ഷിയുടെ കണക്ക് തമ്പുരാന് കൊടുക്കണം. പ്രിയമുള്ളവരെ, ഞാനൊരു അച്ഛനായി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലത്ത് 2750 രൂപയാണ് എനിക്ക് ശമ്പളം കിട്ടിക്കൊണ്ടത്. ആ ശമ്പളമാണ് ഞാൻ മേടിച്ചോണ്ട് 2750 രൂപ. അതിൽ 800 രൂപയാണ് ഒരു മാസം എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും കൂടെ ചെലവായിക്കൊണ്ടത്. 800 രൂപ 2000-ൽ. അന്ന് 800 രൂപയ്ക്കൊന്നും ജീവിക്കാൻ പറ്റുകയില്ല. എല്ലാ ദിവസവും പയറും കഞ്ഞിയൊക്കെ കൂട്ടി കുടിക്കും. പിന്നെ അയലോക്കംകാരൊക്കെ എനിക്ക് ഭക്ഷണം തന്ന അന്നത്തെ കാലത്ത് ഭക്ഷണം തന്നവർ ഇന്ന് ഇതിനകത്തിരിപ്പുണ്ട്. അന്ന് പ്രിയമുള്ളവരെ എന്നെ ഇതാ ഊട്ടിയവർ ഇന്ന് ഇതിനകത്തിരിപ്പുണ്ട്. മിച്ചം കിട്ടുന്ന പണം പ്രിയമുള്ളവരെ ചില കാലങ്ങളിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലരുടെ കയ്യിൽ എടുത്തു കൊടുത്തത് പേഴ്സിൽ നിന്ന് മുഴുവനായിട്ടാണ്. 1 രൂപ പോലും ബാക്കി വെക്കാതെ മുഴുവൻ എടുത്ത് ഞാൻ പലർക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി മുഴുവൻ പൈസ എടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കൊടുത്തത് മുഴുവൻ ഇരട്ടിക്കിരട്ടിയായി പിൽക്കാലത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകി വന്നു. ഇന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പറയും ചിലർക്കൊക്കെ ഭയങ്കര മനപ്രയാസമാണ് ഇവിടെ ഈ ജനം വരുന്നതും ഇവിടെ ശുശ്രൂഷകൾ വളരുന്നത്. ഞാനൊരിക്കലും ഓർക്കുകയാണ്, ഒരു മകളെ കെട്ടിച്ച് 3-ാം ദിവസം പ്രിയമുള്ളവരെ ആ പെണ്ണ് മാനസിക രോഗിയായിപ്പോയി. 3-ാം ദിവസം ഒട്ടും വർത്താനം പറയാത്തൊരു പെണ്ണ്, വളരെ സൈലന്റ് ആയിട്ട് ജീവിക്കുന്നു. ഞാൻ ഇടയ്ക്കുന്ന ഇടവകയിലാണ്. ഞാൻ 3-ാം ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിൽ ഞായറാഴ്ച പള്ളി ചെല്ലുമ്പോൾ പോലും എന്റെ നേരെ പോലും നോക്കിയിട്ടില്ലാത്ത പെണ്ണ് ചാടി കുളിച്ച് റെഡിയായിട്ട് എന്നെ മുമ്പിലോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്നോണ്ട് വിശേഷം. ഞാനോർത്ത് കല്യാണം കഴിഞ്ഞതിന്റെ മാറ്റമായിരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ആളൊക്കെ ആയല്ലോ, അതിന്റെ മാറ്റമായിരിക്കും എന്ന് ഓർത്ത്. എന്നോട് അച്ഛാ വിശേഷം, നമുക്ക് ഈ പള്ളിയിൽ ഒരു ധ്യാനം തുടങ്ങണം. നമ്മുടെ കെട്ടിച്ചു വിട്ട പള്ളിയിൽ ഒരു ധ്യാനം തുടങ്ങണം. അവിടെ എല്ലാം പഴയ കണ്ടമാൻ അങ്ങ് വർത്താനം പറയും. അപ്പൊ ഞാൻ അമ്മയെ നോക്കി. ഉടനെ അമ്മ പറഞ്ഞു, ഇപ്പൊ ഇവക്ക് ഇതാ പ്രശ്നം. ഞാൻ പ്രിയമുള്ളവരെ അവളുടെ ഭർത്താവിനെ എല്ലാം വിളിച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഭർത്താവ് പ്രിയമുള്ളവരെ നരകസന്തതി. അവൻ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞ് രാത്രി പെണ്ണ് നോക്കിയിരുന്നു. രാത്രി നോക്കിയിരുന്നപ്പോ പ്രിയമുള്ളവരെ 10 മണിയായപ്പം അടിച്ച് കോൺ തെറ്റി ഇവനങ്ങോട്ട് ചെന്നു. ഇവൾ ഏതാണ്ട് അവളിരുന്ന് പൊട്ടിക്കരഞ്ഞ് പിറ്റേ ദിവസം അവൻ കൂട്ടുകാരോടെ വേറെ എങ്ങാണ്ട് വഴിക്ക് പോയിട്ട് പിറ്റേ ദിവസം പാതിരാത്രിക്ക് ചെന്നു. അപ്പൊ അവളൊന്ന് മൂങ്ങും ഏതാണ്ട് പറയിച്ചു, ഒറ്റ അട്ടി വെച്ച് പിടിച്ച് ചെവിക്കൂറ്റി. അവൻ ഇത്രേ ഓർത്തുള്ളൂ, ഭാര്യ ആദ്യം തന്നെ 2 കൊടുത്ത് നിർത്തിയേക്കാമെങ്കിൽ വലിയ അനക്കം ഉണ്ടാകുകയില്ല. ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ഒരു കൗൺസിലിംഗ് കൊടുത്തു. എടാ, ഭാര്യ ആദ്യം വരുമ്പോൾ തന്നെ 2 കൊടുത്ത് മെരുക്കി നിർത്തിക്കോണം, ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ തലയിൽ കയറും. അവൻ 2 പൊട്ടിയിൽ കൊടുത്തു. അതോടുകൂടി ഇവൾക്ക് മാനസിക രോഗമായിപ്പോയി. അങ്ങനെ മാനസിക രോഗത്തിൽ ഇളകിയാണ് ഇവിടെ നടക്കുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടുന്ന് അതിനെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ 15,000 രൂപ ചെലവായി. 15,000. പ്രിയമുള്ളവരെ, അതിനുശേഷം അതിന് തിരിച്ച് രോഗമൊക്കെ മാറി വന്നു. ഒരു 3 മാസം പോലും ആയില്ല, അവിടുത്തെ പയ്യൻ ശവക്കോട്ടയിലോട്ടെങ്ങാണ്ട് പോയതാ. തിരിച്ചു വന്നപ്പം മാനസിക രോഗിയായി. അവൻ മട്ടെല്ലാം ഇളകി ഭയങ്കര ഒച്ചപ്പാടും ബഹളം വെച്ച് കാറുക, ബഹളം വെക്കുക എല്ലാം ചെയ്ത് അവനെ ഒരു ജീപ്പെ കയറ്റി ഞാൻ താമസിച്ച പള്ളിക്കകത്തുണ്ട്. അപ്പൊ ഞാൻ ഇവനെ നോക്കി തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവനെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഉടനെ അവർ പറഞ്ഞു, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട, അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് തലയ്ക്ക് ചിലപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്,
അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് കോട്ടയത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു കങ്ങഴെ കൊണ്ട് അല്ല ഈ മന്ദിരത്തിൽ കൊണ്ട് അഡ്മിറ്റാക്കുക. ഉടനെ അവരെന്നോട് പറഞ്ഞു, ഇതാ കഴിഞ്ഞ പ്രാവശ്യം പെണ്ണിനെ കെട്ടിച്ചു വെച്ചതിന്റെ കടം കിടക്കുമ്പോഴാണ് ഇവൾക്ക് വട്ട് വന്നത്. 15,000 രൂപ അതിന് ഞങ്ങൾക്ക് ചെലവായത് കൊടുക്കാൻ ഇപ്പം മാർഗമില്ല. അതുകൊണ്ട് ആശുപത്രി പോക്കൊന്നും എൻ്റെ പൊന്നച്ഛ അച്ഛൻ പറയരുത്. വല്ല ഉപവാസ പ്രാർത്ഥനയോ ഒക്കെ എടുക്കുക, ആശുപത്രി പോക്ക് പറയരുത്. പ്രിയമുള്ളവരെ, ഞാനപ്പോൾ തന്നെ മുറി കയറിയപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് വലിയ എമൗണ്ട് ആയിട്ടിരുന്ന 75,000 എമൗണ്ട് ആയിട്ടിരിക്കുന്ന 750 രൂപയാണ്. ഞാൻ ഈ 750 രൂപ എടുത്ത് അവരുടെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൈസയും കൊണ്ട് തൽക്കാലം ജീപ്പ് കൂലി കൊടുക്കാൻ പറഞ്ഞു. 750 രൂപ കൂടുതൽ അന്നത്തെ കാലത്ത് കോട്ടയത്തിന് വരാമെന്ന് തോന്നുന്നു. ജീപ്പ് കൂലി പോലെ അവരുടെ ഇല്ല. ഞാൻ പറഞ്ഞു ഇതേ തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മന്ദിരം ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ ഡിസ്ചാർജ് ആകുന്ന സമയമാകുമ്പോഴേക്കും പൈസ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു തന്നോളാം, നിങ്ങൾ ട്രീറ്റ് ചെയ്യാം. എന്തായാലും പിറ്റേ ആഴ്ചയിൽ ആ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ ഉച്ചവരെ ഈ പയ്യന് വേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തും. മറ്റവൻ പെണ്ണ് 3 മാസം കൊണ്ടാണ് സൗഖ്യപ്പെട്ടതെങ്കിൽ ഒറ്റയാഴ്ച കൊണ്ട് ഈ പയ്യൻ സൗഖ്യപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും ഡിസ്ചാർജ് സമയമായി. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഫോൺ ചെയ്ത് നാട്ടിലെ ഇവിടെയൊക്കെയുള്ള ചില അച്ഛന്മാരെയൊക്കെ ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്ന പോലെ നമ്മുടെ ഇന്നൊരു കൊച്ചുണ്ട്, അതിങ്ങനെ മന്ദിര ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോ അതിനെ ഒന്ന് പോയി തലയൊക്കെ ചോദിച്ചു പ്രാർത്ഥിക്കാവോ? ചിലര് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ പ്രാർത്ഥിച്ചില്ല, പോയില്ല. ആ കൂട്ടത്തിൽ ഞാൻ ഒരച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ വലിയ പള്ളിയല്ലേ, ആ പള്ളിയിൽ ഏതാണ്ടൊക്കെ ചാരിറ്റിയുടെ കാര്യങ്ങളുണ്ടെന്ന് ഇങ്ങനെ കേട്ട് ഞാനൊരു അപേക്ഷ തന്നാൽ ഇതുപോലൊരാള് അഡ്മിറ്റായി കിടപ്പുണ്ട്, അച്ഛനൊരു ആ പള്ളിയിൽ നിന്ന് കുറച്ച് പൈസ സംഘടിപ്പിച്ച് തരികയാണെങ്കിൽ നമുക്ക് ഈ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യാമായിരുന്നു. അന്ന് എനിക്ക് ഇന്നത്തെ പോലെ വാചാലത കുറവാണ്, ആളുകളോട് ചോദിക്കാനുള്ള കഴിവും കുറവാണ്. ഇപ്പം എക്സ്പെർട്ടായി, ആളുകളുടെ ഇന്ന് കാശ് മേടിക്കേണ്ടത്. അന്ന് ഇതിനുള്ള കഴിവില്ല. ചോദിക്കാൻ തന്നെ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടൊക്കെ തീരെ നിവൃത്തി കെട്ടിട്ടാണ് ചോദിക്കുന്നത്. സത്യത്തിൽ പിരിവ് നടത്തിയതിൽ ആദ്യത്തെ ഒരു പിരിവ് അത് മാത്രമാണ്. പിന്നീടൊന്നും പിരിവുകളൊന്നും ആരോടും ചോദിച്ചിട്ടില്ല, അതിനു മുമ്പ് ചോദിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ടൊക്കെ ശുശ്രൂഷ നടത്തിപ്പോകും. പ്രിയമുള്ളവരെ, എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ സംഭവം നമുക്ക് മറന്നുപോയി. ഞാൻ പിറ്റേ ഞായറാഴ്ച പള്ളി ചെല്ലുമ്പോൾ ചെറുക്കൻ ഡിസ്ചാർജായി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡിസ്ചാർജായി പോന്നു? അവ പറഞ്ഞു പോന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പൈസയൊക്കെ ഉണ്ടായിരുന്നു? അത് അച്ഛൻ ഏർപ്പാടാക്കിയില്ലായിരുന്നു, കറക്റ്റായിട്ട് വന്ന് കാര്യങ്ങളെല്ലാം ശരിയാക്കി. ഞാൻ ചോദിച്ചു, ആരാ ശരിയാക്കിയത്? അച്ഛനല്ലേ? ഒരച്ഛനോടെങ്ങാണ്ട് പറഞ്ഞില്ലായിരുന്നു ഈ കാര്യം ബില്ലടച്ച് ആളെ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ പള്ളിയിൽ നിന്ന് ഇച്ചിരി പൈസ കിട്ടുമെങ്കിൽ തരികയാണെന്നല്ല. അപ്പോൾ അച്ഛൻ ചെയ്തെന്താണെന്ന് അറിയാം, അച്ഛൻ പള്ളിയിലൊന്നും ചോദിക്കാൻ പോയില്ല. അച്ഛൻ നേരെ മന്ദിര ഹോസ്പിറ്റലിൽ ചെന്നു, സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് പ്രിയമുള്ള അവിടെയെല്ലാം തപ്പി നടന്നു. ഇതാണ് എൻ്റെ പള്ളിയുടെ പേര് പറഞ്ഞു. ആ പള്ളിയിലെ ആളല്ല, വേറെ പള്ളിയിലെ ആള്. ആ പള്ളിയിലെ എൻ്റെ പേര് വാളാടിപ്പള്ളിയിലെ ഒരാൾ ഇവിടെ കിടപ്പുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അപ്പോൾ ആ ഹോസ്പിറ്റൽ മുഴുവൻ നടന്നു, ആരെയും കണ്ടില്ല. അച്ഛനവസാനം തിരിച്ചു പോകുന്ന ശേഷം രണ്ടാമത് വീണ്ടും പോയി. ആ പള്ളി മുഴുവൻ, ആ ഹോസ്പിറ്റൽ മുഴുവൻ നടന്നു. നമ്മുടെ അവിടെ തേറാമ്പലി അച്ഛൻ്റെ പള്ളിയിൽ ഏതെങ്കിലും ആൾ ഇവിടെ അഡ്മിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നടന്നു, കണ്ടില്ല. അവസാനം രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചു പോരുന്ന സമയത്ത് ആരോ ഒരു ഹൈറേഞ്ചുകാരനോട് ചോദിച്ചു പറയും, ഹൈറേഞ്ചിൽപ്പെട്ട ഒരാൾ ഇന്നടത്ത് കിടപ്പുണ്ട്, അത് പക്ഷെ വാളടിക്കാരല്ല. അച്ഛൻ തപ്പി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അവർ പറഞ്ഞു, ആ സക്കറിയച്ഛൻ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരു ഇവിടുന്ന് ആളെ വിട്ടോളാവും, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് എന്നാ ഡിസ്ചാർജ് ആകേണ്ടത്? അവർ പറഞ്ഞു, ഇന്നാ. പോക്കറ്റിലിരുന്ന പൈസ എടുത്തു കൊടുത്ത് അവരെ ഡിസ്ചാർജാക്കി സ്വന്തം വാഹനത്തിൽ കയറ്റി പ്രിയമുള്ളവരെ ഇതാ ശാസ്ത്ര റോഡിൽ കൊണ്ടുവന്ന് അവരെ ബസ് കയറ്റി വിട്ടു. അവരെ പുരോഹിതൻ വേറെ ചിലരോടൊക്കെ പറഞ്ഞു,
പറയാ 2-3 ആഴ്ച കഴിഞ്ഞു അതങ്ങ് മറന്നുപോയി, പറഞ്ഞപ്പോഴേ മറന്നു. എന്ത് എളുപ്പമുള്ള കാര്യമാണ്, മറക്കാൻ എന്ത് എളുപ്പാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, അതിനുശേഷം ആ അച്ഛൻ ആ കാര്യമൊക്കെ മറന്നുപോയി. ഞാൻ പക്ഷേ ഇടയ്ക്കൊക്കെ ഇത് ഓർക്കും. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അബദ്ധത്തിന് ആ സ്റ്റേജിൽ ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇതല്ലോ, ആ അച്ഛൻ ഇതല്ലോ ഓർത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഞാനിത് ഇങ്ങനത്തെ ഒരു കഥയാണിതെന്ന് ഞാൻ ഓർത്തുപോലുമില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെ മതി സ്വർഗത്തിൽ പോകാൻ. പ്രിയമുള്ളവരെ, ആ അച്ഛൻ ചിലപ്പോൾ സ്വർഗത്തിൽ പോകാനായിട്ട് അച്ഛൻ അർപ്പിച്ച ബലികളോ അച്ഛൻ നടത്തിയ കുംഭസാരമോ കൂദാശയോ ഒരു പക്ഷെ അച്ഛനെ മേളിൽ കയറ്റിയില്ല. കാരണം എന്താ? കൂദാശ വേറൊരാൾക്ക് വേണ്ടിയുള്ളത്. കൂദാശ സ്വീകരിച്ചയാൾ ചിലപ്പോൾ പോകും, അതുകൊണ്ട് കൂദാശ ചെയ്തയാൾ പോകണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷേ ഈ വകുപ്പുണ്ടല്ലോ, നിർധനനായ ഒരു മനുഷ്യൻ രോഗിയായി കിടന്നപ്പോൾ അവന് കൊടുത്ത പണം, അവന് വേണ്ടി ചെയ്ത ശുശ്രൂഷ, അത് ഒരു പുരോഹിതനെ എവിടെ എത്തിക്കും? മുകളിൽ കൊണ്ടെത്തിക്കും. അന്നത്തെ കാലത്ത് പ്രിയമുള്ളവരെ, ഉണ്ടായിരുന്ന കീറിയ പേഴ്സിൽ നിന്ന് മുഴുവൻ പൈസ എടുത്ത് പലർക്കും കൊടുക്കുമ്പോൾ ജീവിക്കണമെന്നുള്ള വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ട് കൊടുത്തതല്ല. മറിച്ച് ഇന്നോ നാളെയോ തീരാൻ പോകുന്ന ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിന് മുകളിലൊന്നും ഒരു ചിന്തയില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട്, ഉള്ളത് കൊണ്ട് മുങ്ങാൻ പോകുന്ന ഒരു വള്ളം പോലെ ഞാൻ എന്നെ കണ്ടു. അതുകൊണ്ട് മുങ്ങിയാൽ ഇത് ആർക്കും ഇല്ലാതെ പോകുമല്ലോ എന്ന് ഓർത്ത് എൻ്റെ കയ്യിലുള്ളതൊക്കെ അന്ന് ഞാൻ പെറുക്കി പലർക്കും കൊടുത്തു. ഒരു കാലം പിന്നിട്ടപ്പോൾ പ്രിയമുള്ളവരെ, എത്രയോ പേർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും പൈസ എൻ്റെ കയ്യിൽ സാധാരണക്കാരായ മനുഷ്യർ കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മളിവിടുന്ന് എന്തുമാത്രം പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടെന്നറിയാം. നേഴ്സിംഗ് കുട്ടികൾ, എഞ്ചിനീയറിംഗ് കുട്ടികൾ, ഇടുക്കി ഭദ്രാസനത്തിലെ പല കുട്ടികളുടെ ഫീസുകൾ നമ്മൾ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്നു. പലരെയും ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നു, പലരുടെയും വിവാഹ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, തുടങ്ങി 100 കണക്കിന് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ ദൈവം ഇടയാക്കി തീർത്തു ഈ ഒരൊറ്റ ശുശ്രൂഷ വഴി. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വചനം അറിയാതെ ചോർന്ന് എൻ്റെ കൈ വന്ന് പെട്ടതുകൊണ്ട്, എൻ്റെ കയ്യിൽ അറിയാതെ ചോർന്ന് പെട്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന മുഴുവൻ പണവും, അത്യാവശ്യം ഭദ്രാസന ചെലവിനും ധ്യാന കേന്ദ്രത്തിലെ ചെലവും കഴിഞ്ഞാൽ കിട്ടുന്ന മുഴുവൻ പണവും അതാത് മാസം സാധുക്കൾക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കും. കുറേ പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒറ്റ പോക്കാണ് ഇടുക്കി. അവിടെ പോയി ഈ ആപ്ലിക്കേഷൻ ഇരിക്കുകയാണ്. അത് ഓരോന്നോരോന്നെടുത്തിട്ട് കൈ കിട്ടുന്ന കാശെല്ലാം വിതരണം ചെയ്തെല്ലാം തീർന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ അടുത്ത വണ്ടി കയറി ഇങ്ങോട്ട് പോരും. അങ്ങനെ ഇവിടുന്ന് കുറച്ചാളൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ആരെങ്കിലും കൊച്ചിനെ എഴുതിച്ചു, അങ്ങനെയൊക്കെ കാശ് കിട്ടും. അതുമായിട്ടൊരു പോക്കാണ് അടുത്ത ആഴ്ച. അതെല്ലാം തീർന്നു കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പോരും. പ്രിയമുള്ളവരെ, എന്ത് സമാധാനമാണെന്നറിയോ ജീവിതത്തിൽ? എന്തോരം സമാധാനമോ ജീവിതത്തിന്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ പണമല്ല ആവശ്യം, ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവകൃപയാണ് ആവശ്യം, ദൈവകൃപ. അതുകൊണ്ട് മൂന്നാമതൊരു കൂട്ടരുണ്ട്, നമ്മളാ. ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് കൈ കിട്ടിയ ആള്, ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് കൈ കിട്ടിയ ആള്, പരീക്ഷ ഇപ്പൊ എഴുതണം, ഇപ്പൊ തീരുമാനിക്കണം, നീ സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ. നമ്മൾ തീരുമാനിക്കണം. എടുക്കുന്ന ഓരോ ഡിസിഷനും നമ്മളെ ഒന്നിൽ സ്വർഗീയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നരകത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. ഇതാ സ്വർഗം പിടിച്ചടക്കിയ ഒരു പുണ്യവതിയുടെ ജീവിതത്തെ വിശുദ്ധമായി ലോകം പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നത്. എങ്ങനെ ഈ 5 അടി പൊക്കമുള്ള ഈ പെണ്ണും പിള്ള ഒരു വിശുദ്ധയായി ഒരു ബലിപീഠത്തിൽ, ഒരു സ്ത്രീക്ക് ബലിപീഠത്തിൽ കയറാൻ പാടില്ല, ഒരു ബലിപീഠത്തിന്റെ ഉടമയായി ഒരു സ്ത്രീ മാറാൻ കാരണം എന്താ പ്രിയമുള്ളവരെ? ഇതാ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയ അവൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കിയിട്ട് തമ്പുരാൻ പറഞ്ഞ ഉത്തരം കണ്ടെത്തിയത്. ചെറിയവരെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, സത്യത്തിൽ ഇത് യേശുവാണ്. ആ ശുശ്രൂഷ അവളെ വളർത്തി ഒരു വടവൃക്ഷം പോലെ ആക്കി. അവസാനം പ്രിയമുള്ളവരെ, ഇതാ മരണശേഷം ബലിപീഠത്തിൽ ബലിക്കൊപ്പം നിൽക്കാൻ പാകത്തിനുള്ള ഒരു ബലിപീഠമായി അവൾ മാറുകയാണ്. നിത്യമായി ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബലിപീഠമായി ഒരു മനുഷ്യനെ ദൈവം വിശുദ്ധനാക്കി മാറ്റുന്നത് അവൻ ഭൂമിയിൽ ചെയ്ത
നന്മകളും തിന്മകളും കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സഭയ്ക്കും ഹോൾസെയിലായിട്ട് സ്വർഗരാജ്യം എഴുതി കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിന് വേണ്ടി ഹോൾസെയിലായിട്ട് ദൈവം തമ്പുരാൻ സ്വർഗരാജ്യം എഴുതി കൊടുത്തിട്ടില്ല. സ്വർഗരാജ്യം അത് അർഹിക്കുന്നവന് വേണ്ടിയാണ്. അതാരാണ് അർഹിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നു. ഇതാ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടോ. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ കണ്ടോ. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. ചിലപ്പോൾ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പിശാചി ബാധ ഏർപ്പെട്ട് കിടക്കുന്ന ഒരുത്തൻ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. അവന്റെ തിരുവചനം കൊടുത്ത്, വചനം കൊടുത്ത്, അവന്റെ ബന്ധനങ്ങൾ കണ്ടുപിടിച്ച് അത് മോചിപ്പിച്ച് അവനെ കൂദാശയും കുംഭസാരവും എടുക്കത്തക്ക രീതിയിൽ ഒരു വിശ്വാസിയാക്കി തീർത്താൽ കാരാഗ്രഹത്തിൽ ഒരു രോഗിയായിരിക്കുന്നവൻ അവനോട് വന്നു. നമ്മൾ കാര്യമായിട്ട് അവന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, തൈലാഭിഷേക ശുശ്രൂഷ നടത്തി, ചങ്കുമ്പുറമൊക്കെ പൊട്ടുന്ന പരിപാടിയാണെങ്കിലും വീണ്ടും വീണ്ടും അതൊക്കെ ചെയ്ത് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗിയെ കണ്ടതിന് തുല്യം, രോഗിയെ പോയി കണ്ടതിന് തുല്യം. നിങ്ങളിവിടെ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നു. ഇതാ, ധ്യാനക്കാരിറങ്ങി വരുമ്പോൾ കട്ടൻ കാപ്പിയുടെ ബക്കറ്റ് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ആ ഗ്ലാസ് ഏതെങ്കിലും ഒരു വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് ഇട്ടാൽ ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങളെ എന്ത് ചെയ്യുന്നത്. മണിക്കൂറുകളോളം സുവിശേഷം കേട്ടതിനേക്കാൾ ഒരുപക്ഷെ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ ഒരു കാപ്പിയുടെ ഗ്ലാസ് എടുത്ത് ഇതാ വേസ്റ്റ് ബോക്സിനകത്ത് ഇട്ടതായിരിക്കും നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും എളിയവനിലേക്ക് നടക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. ചെറിയ ചെറിയ ശുശ്രൂഷകൾ. 100 രൂപ കിട്ടിയാൽ 10 രൂപ മാറ്റി വെക്കണം. കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലെങ്കിൽ എളിയവന് വേണ്ടി മാറ്റിവെക്കണം. ഒരു സാധുവിനെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. നിങ്ങൾ വില കൂടിയ വസ്ത്രം മേടിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒത്തിരി വില കൂടിയ വസ്ത്രമൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കാൻ തീരുമാനിക്കും. ചിലപ്പോൾ 50,000 രൂപയുടെ കല്യാണ സാരി മേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയായിരിക്കും മനസ്സിൽ കണ്ടത്. നിങ്ങൾ തീരുമാനിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ എത്ര രൂപയുടെ സാരിയാണ് മേടിക്കേണ്ടത്. ഉടനെ കന്യാമറിയാമിന്റെ കീറിയ ഡ്രസ്സ് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവര്, കർത്താവ് കാണിച്ചു തരും നീ എന്ത് മേടിക്കണം. അത് കഴിയുമ്പോൾ ബാക്കി കാശെടുത്ത് എന്ത് ചെയ്യണം? പാവപ്പെട്ടവന് കൊടുക്കണം, മാറ്റി കൊടുക്കണം. അപ്പോഴാണ് സ്വർഗത്തിൽ പോകുന്നത്. സ്വർഗരാജ്യത്തിൽ പോകുന്ന അപ്പോഴാണ് പ്രിയമുള്ളവര്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കല് ഞാനിവിടെ അച്ഛനായിരിക്കുന്ന കാലം ഒരെഴുത്തെനിക്ക് വന്നു. മണർകാട്ട് ഞാൻ അന്നൊക്കെ നല്ല തകർപ്പൻ പ്രസംഗം ചില പള്ളി നടത്തിയേച്ച് പോരാറുണ്ട്. ഇന്നാണ് ഇപ്പോൾ ആരോഗ്യം പോയി, തൊണ്ടയ്ക്ക് അസുഖമായി. അന്നൊക്കെ നല്ല പ്രായമാണ്, നല്ല സൗണ്ടും ഒക്കെ ഉണ്ട്. തകർപ്പൻ പ്രസംഗം നടത്തിയേച്ച് പോരുകയാണ്. അങ്ങനെ ഒരു തകർപ്പൻ പ്രസംഗം നടത്തിയതിൻ്റെ അനന്തര ഫലമാണ് എനിക്കൊരു എഴുത്ത് വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് പിന്നെ തകർപ്പൻ പ്രസംഗം നിർത്താൻ തുടങ്ങി. എഴുത്തിതായിരുന്നു. എനിക്കത് അച്ഛൻ്റെ താല്പര്യമായിട്ട് തോന്നി, എന്നെ സ്പർശിച്ചു. ഞാൻ ഒരു വീട്ടിൽ ഇതാ മൂത്ത മകളാണ്. എന്നെ കെട്ടിച്ചു വിടാൻ മാർഗമില്ല, എനിക്ക് വീടില്ല. എനിക്കിപ്പോൾ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഞാനൊരു അലുമിനിയം പാത്രം വിൽക്കുന്ന കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ കടയിൽ തന്നെ നിൽക്കുന്ന ഒരു ചെറുക്കൻ എന്നെ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ തലയിൽ വെച്ച് വാഴ്ത്താൻ ഒരു മാല പോലും എനിക്കില്ല. അതുകൊണ്ട് അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നെ കാര്യമായിട്ട് സഹായിക്കുമെന്ന്. എന്നെ കണ്ടാലും കാശുള്ളതായിട്ട് തോന്നും. കാരണം എന്താണ്? നല്ല തടിയൊക്കെ ഉണ്ട്, കൈയൊക്കെ നല്ല വീർത്തായിരിക്കുന്നു. അപ്പോൾ ആളുകൾ ഇതിന് ഇതാൻ്റെ കഴിച്ചതൊക്കെ നല്ലവണ്ണം കഴിച്ചതിൻ്റെ വകുപ്പിലാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്നെ കണ്ടാൽ തന്നെ തോന്നും കാശുള്ള വീട്ടിലെയാണ്. അതുകൊണ്ട് പുള്ളിക്കാരത്തി എനിക്ക് എഴുത്തെഴുതി. ഞാൻ ഈ എഴുത്ത് വായിച്ച ശേഷം പ്രിയമുള്ളവരെ, ഈ വ്യക്തിയുടെ ഫോണും അഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ ഫോണിൽ വിളിച്ചു. ഇവിടുന്ന് തന്നെ ഒരു അച്ഛനെ, ആ കാലഘട്ടത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നൊരു അച്ഛനെ, അച്ഛന് വണ്ടിയൊക്കെ ഉണ്ട്, അച്ഛനെ അറിയാവുന്ന സ്ഥലമാണ്, ഞാൻ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ അവിടെ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വിടുമെന്ന് പറഞ്ഞ എന്താണ്? പ്രിയമുള്ളവരെ, എന്നോട് പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയാന്ന് പറഞ്ഞു. അവിടെ സ്വർണം എന്ന് പറയുന്ന തരിയില്ല, കല്യാണം ഉണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷേ അവർക്കൊന്നുമില്ലെന്നുള്ളത് സത്യമാണ്. ഞാൻ അവരുടെ പള്ളിയിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കാശുള്ള പലരെ എന്നെ വിളിച്ച് ചോദിച്ചു,
ഉടനെ അവർ പറഞ്ഞു, അതിപ്പോ അത്രയ്ക്ക് കുറവൊന്നുണ്ടെന്ന് ഇനി ഞങ്ങൾക്ക് തോന്നുന്നില്ലെന്ന്. കാരണം തോന്നിയാൽ കൊടുക്കണ്ടേ, അതുകൊണ്ട് തോന്നുകയില്ല. പ്രിയമുള്ളവരെ, ആ മാലയുടെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു മീറ്റിങ്ങിലിരിക്കുക. എൻ്റെ കൊച്ചുമുറിയിലെ മീറ്റിങ്ങിൽ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പയ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, പുറത്ത് ആരോ അച്ഛനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അത്യാവശ്യമായ മീറ്റിങ്ങിലായതുകൊണ്ട് 1.5 മണിക്കൂർ കഴിയാതെ കാണാൻ പറ്റുകയെന്ന് പറയാൻ പറഞ്ഞു. ഇനിയും അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് കൂടിയുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ആ പയ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ നാളെ വന്ന് അച്ഛനെ കണ്ടോളാമെന്ന് പറഞ്ഞേര് എന്ന് പറഞ്ഞ ശേഷം ഒരു പൊതിക്കെട്ട് കൊടുത്തു. ഞാൻ ആ പൊതിക്കെട്ട് അഴിച്ചു നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇവിടുന്ന് കൊടുത്തുവിട്ട 15,000 രൂപയും ആ പൊതിക്കെട്ടിനകത്തുണ്ട്. അപ്പൊ ഞാൻ അന്ന് മുതൽ ആലോചിക്കാൻ തുടങ്ങി, അത് മിക്കവാറും ഇന്നയാളായിരിക്കാം, അത് ഇന്നയാളായിരിക്കാം. പക്ഷേ പിറ്റേതിന്റെ പിറ്റേ ദിവസമോ ഇന്ന് വരെ ഏകദേശം 10 വർഷത്തോടടുത്തായി ഇന്ന് വരെ ആ പണം തന്ന മനുഷ്യൻ ഇവിടെ ഞാനാണ് പണം നൽകിയതെന്ന് പറഞ്ഞു വന്നിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാക്കിയത് ആരാ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിച്ചു പോയത്? യേശുവാ. പറയും, യേശുവാണ്, യേശു ക്രിസ്തുവാണ് കൊടുത്തിട്ട് പോയത്. യേശു വന്നതുമല്ല നമ്മൾ അറിഞ്ഞോ? നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അങ്കണങ്ങളിൽ ക്രിസ്തു വന്നിട്ട് പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ. എനിക്കൊരു 3 പ്രാവശ്യമെങ്കിലും പ്രിയമുള്ളവർ, ഈ അടുത്ത കാലത്ത് ഇതാ വളരെ ദയനീയമായി എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ട് പോയ മനുഷ്യർ പോയി കഴിഞ്ഞപ്പോൾ യേശു എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് നൽകിയ സന്ദേശമാണ്, ഞാനായിരുന്നു നിന്നെ കാണാൻ വന്നത്. ഞാനിതൊന്നും വെറുതെ പറയുന്നല്ല പ്രിയമുള്ളവരെ, വെറുതെ പറയുന്ന അല്ല എന്നുള്ളതിന് അടയാളമാണ് നമ്മുടെ ശുശ്രൂഷകൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. ഞാനൊരു ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി വരുന്ന കള്ളക്കഥകളല്ലിത്. അങ്ങനെ പറയുന്നവരുണ്ടാകാം. പക്ഷേ ഇത് പ്രിയമുള്ളവരെ തിരുവചനത്തിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ വീട് ദൈവം വസിക്കുന്ന ഇടമാകും, സ്വർഗം. അവിടെ നടക്കും സ്വർഗീയ കാര്യങ്ങൾ, അവിടെ ഉണ്ടാകും തിരുശേഷിപ്പുകൾ. ദൈവം ഉയർത്തും പ്രിയമുള്ള നിങ്ങളുടെ ഭവനം. നിങ്ങളുടെ മക്കൾ ഇല്ലാത്ത ബുദ്ധി ദൈവം വെച്ച് കിട്ടും.